നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സുബിൻ. ഞാൻ അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫോറിൻ ബോഡി അഥവാ അന്യവസ്തുക്കൾ, കുട്ടികളിലെ മൂക്കിലും ചെവിയിലും തൊണ്ടയിലും ഇടാൻ സാധ്യതയുള്ള അന്യവസ്തുക്കളെ കുറിച്ചാണ്. അപ്പോൾ ബ്രോഡായിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓർഗാനിക് അഥവാ വെജിറ്റേറ്റീവ് മാറ്റേഴ്സ്, അതായത് വിത്തുകൾ, കടല തുടങ്ങിയവ. രണ്ടാമത് ഇൻഓർഗാനിക് അഥവാ നോൺ വെജിറ്റേറ്റീവ്, അത് നമുക്ക് പ്ലാസ്റ്റിക് ആകാം, മെറ്റൽ പീസുകളാകാം. അപ്പോൾ നമ്മൾ ഇടുന്ന ഭാഗം അനുസരിച്ച്, അതായത് ചെവി, തൊണ്ട, മൂക്ക്, ഈ 3 അവയവങ്ങളിലാണ് സാധാരണ കുട്ടികൾ ഇതിടുന്നത്. അപ്പോൾ സാധാരണ ഇത് കണ്ടുവരുന്നത് ഒരു 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണ. പ്രായം കൂടാം കുറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കിലും തൊണ്ടയിലും കൊടുക്കുന്ന വസ്തുക്കൾ നമുക്ക് ഉടനെ തന്നെ അത് ആ ഭാഗത്ത് നിന്ന് അകറ്റേണ്ടതാണ്. പ്രത്യേകിച്ച് തൊണ്ടയിൽ നമുക്ക് ഒന്നെങ്കിൽ കുട്ടി അത് വിഴുങ്ങാം, ഇല്ലെങ്കിൽ അത് ശ്വാസനാളത്തിൽ പോകാം. ശ്വാസനാളത്തിൽ പോയാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുട്ടി കാണിക്കും. നിർത്താതെയുള്ള ചുമ, ശ്വാസതടസ്സം, ശ്വാസമെടുക്കുമ്പോഴുള്ള സൗണ്ട് തുടങ്ങിയവ അതിൻ്റെ ലക്ഷണങ്ങളാണ്. മറിച്ച് അന്നനാളത്തിൽ പോവുകയാണെങ്കിൽ അതിന് ഒന്നെങ്കിൽ അത് മലത്തിൽ കൂടെ പിറ്റേന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ അത് കുടുങ്ങിയിരിക്കാനും സാധ്യതയുണ്ട്. കുടുങ്ങിയിരുന്നാൽ കുട്ടി വയറുവേദന, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഛർദിൽ, ഇതൊക്കെ പ്രകടമാക്കാം. ഇനി ചെവിയിൽ പോകുന്ന ഫോറിൻ ബോഡികൾ നമുക്ക് സാധാരണ അത് അധികം അപകടം ഉണ്ടാക്കാത്തതല്ല. പക്ഷേ നമ്മളത് വീട്ടിൽ തന്നെ അത് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ കർണപടത്തിനൊക്കെ മുറിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അതിന് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ, അതായത് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് അത് റിമൂവ് ചെയ്യാൻ നോക്കുക. കുട്ടി ഒരിക്കലും കോപ്പറേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി മയക്കി അത് എടുക്കേണ്ട അവസ്ഥയുണ്ട്. ഇനി അവസാനത്ത് ഞാൻ പറയുന്നത് മൂക്കിൽ കൊടുക്കുന്ന ഫോറിൻ ബോഡീസാണ്. സാധാരണയായി ഇവിടെ എൻ്റെ പ്രാക്ടീസ് ഞാൻ കാണുന്നത് ഒന്നെങ്കിൽ നിർത്താതെയുള്ള ജലദോഷം, അതാണ് ഞാൻ കാണുന്നത്. അതായത് മാസങ്ങളോളം മൂക്കിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മാത്രം മൂക്കൊലിക്കുക, അതാണ് സാധാരണ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിംറ്റം. അപ്പോൾ ഇത് അവർ പല ഡോക്ടേഴ്സിനെയും കാണിച്ച് ഇതിൻ്റെ മരുന്നുകൾ വാങ്ങിക്കും. മരുന്ന് കഴിക്കുമ്പോൾ കുറയും, പക്ഷേ പിന്നെയും ഒരേ ഭാഗത്തുനിന്ന് തന്നെ നിർത്താതെ സ്മെല്ലോട് കൂടിയ മൂക്കൊലിപ്പ് സംഭവിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ തലയുടെ പുറകിൽ സംശയം ഉണ്ടാകണം, അതായത് ഇതൊരു ഫോറിൻ ബോഡി ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വലിയവയിൽ കാണുന്ന ഒരു മെയിൻ ഫോറിൻ ബോഡി എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ മുള്ള് അല്ലെങ്കിൽ എല്ലിൻ കഷ്ണം തുടങ്ങിയവയാണ് തൊണ്ടയിൽ കുടുങ്ങുക. അപ്പോൾ ഞാൻ സാധാരണ പ്രാക്ടീസിൽ കാണുന്നത് 1-2 ദിവസമായി തൊണ്ടയിൽ കുടുങ്ങിയ ഒരു മീനിൻ്റെ മുള്ള്. അപ്പോൾ ഇവർ സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിവതും അത് ഛർദ്ദിച്ച് കളയാൻ നോക്കും. അതായത് അണ്ണാക്കിൽ വിരലിട്ട് കിള്ളുകയോ അങ്ങനെയൊക്കെ. ഇതും കൂടുതൽ പ്രശ്നങ്ങൾ കൂട്ടത്തേ ഉള്ളൂ. സാധാരണ ഇതിന് തൊണ്ടയിൽ നീര് വരും, നല്ലതുപോലെ ചിലപ്പോൾ തൊണ്ട പൊട്ടി ചോര വരും. കഴിവതും നമുക്ക് ആകെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം വിഴുങ്ങി നോക്കാം. ചിലപ്പോൾ ആ ഒരു വിഴുങ്ങുന്നതിൻ്റെ ഇതിലങ്ങ് അത് ഉള്ളോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതും നടന്നില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു എക്സ്പേർട്ട് ENT ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അമല ഹോസ്പിറ്റലുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.